ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമായിരിക്കില്ലേ ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാകാൻ കുറച്ചൊരു മടിയാണ്. കാരണം അരി അരയ്ക്കാനും അത് സോക്കാനും ഒരുപാട് പണിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ട് നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നന്നായി പഴുത്തിട്ടുള്ള ഒരു 4 പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഏലക്കയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് പേസ്റ്റ് ആക്കാതെ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് ചേർക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിത് അത്യാവശ്യം വലിയ സൈസിലുള്ള 4 ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കാതെയാണ് മാവിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ നന്നായിട്ട് അഴുക്കുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ മാവിലേക്ക് ചേർക്കാനായിട്ട്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കുന്ന ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഞാനിവിടെ അരിപ്പൊടിയും മൈദയും വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ 3/4 കപ്പ് മൈദയും 3/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദയും അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ ശർക്കരപ്പാനിയോ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് വേണ്ടത് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ്. നമുക്ക് ഒഴിക്കാനൊക്കെ വേണ്ടി പറ്റുന്നൊരു പാകത്തിനാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിതാ മിക്സ് ചെയ്തെടുത്ത സമയത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കേട്ടോ മാവുള്ളത്. നമുക്ക് ഇത്ര തിക്നെസ് ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിതാ ഒരു 1/4 കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു 3-4 മണിക്കൂർ നല്ല രീതിയിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നല്ല രീതിയിലൊന്ന് കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കണം. അങ്ങനെ ഇതാ 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മാവിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കോരി ഒഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് മാവ് നല്ല രീതിയിലൊന്ന് സെറ്റായി നമുക്ക് കിട്ടും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് എണ്ണ ചൂടാക്കിയിട്ട് ഞാനിത് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും അതേപോലെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം റെഡിയാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മാവൊന്ന് അതിന് ടെക്സ്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടോ. കാരണം ഒരുപാട് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മാവ് നമ്മുടെ എണ്ണയിലേക്ക് ചേർക്കാനായിട്ട്. അങ്ങനെ ഞാനിതാ ഒരു ട്രിപ്പ് മാവ് ഒഴിച്ചിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എപ്പോഴും ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ ചേർക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവുകയും വേണം കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്താണ് ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ മെല്ലെ ഫോർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ട്രിപ്പ് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയിൽ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയും കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട്. നന്നായിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒട്ടും കുറവുണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കട്ടോ. വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ആ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക. നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ഇതേപോലെ സിമ്പിൾ റെസിപ്പീസ് മുടങ്ങാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ.